കൊച്ചി കളമശ്ശേരിയിൽ സൗഹൃദം നടിച്ച് വിളിച്ചു വരുത്തി മോഷണം. 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. എളമക്കര സ്വദേശിനി അപർണ, മുളന്തുരുത്തി സ്വദേശി സോജൻ എന്നിവരാണ് അറസ്റ്റിലായത്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എങ്ങനെയാണ് ഈ സൗഹൃദം നടിച്ച് മോഷണം നടത്തിയത്? അതായത് എളമക്കര സ്വദേശിനിയായിട്ടുള്ള ഈ അപർണ, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അപർണ എറണാകുളത്ത് കൊല്ലപ്പടി സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിനെ ഫോണിൽ ബന്ധപ്പെടുന്നു. അങ്ങനെ വാട്സപ്പ് വഴി പരിചയപ്പെടുന്നു. തുടർന്ന് സൗഹൃദം നടിച്ച് അങ്ങനെ അവർ സൗഹൃദത്തിലാവുന്നു. തുടർന്ന് ഈ യുവാവിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യുവാവിൻ്റെ ഫോൺ തന്ത്രപൂർവ്വം ഈ അപർണ കൈക്കലാക്കുന്നു. അതിനുശേഷം ആ ഫോണിൻ്റെ പാസ്വേഡ് മാറ്റുന്നു. ഇതോടൊപ്പം തന്നെ താക്കോലും തന്ത്രപൂർവ്വം ഈ യുവാവ് വന്ന ബൈക്കിൻ്റെ താക്കോലും തന്ത്രപൂർവ്വം കൈക്കലാക്കുന്നു. അങ്ങനെ യുവാവ് ഭക്ഷണം കഴിക്കാൻ പോയ സമയം അപർണ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. അപർണയുടെ കൂട്ടുപ്രതിയായിട്ടുള്ള സോജൻ, മുളന്തുരുത്തി സ്വദേശി സോജൻ താഴെയുണ്ടായിരുന്നു. അങ്ങനെ ഈ സോജനും അപർണയും പോയി എറണാകുളത്തെ ആ യുവാവിൻ്റെ ബൈക്ക് മോഷ്ടിക്കുന്നു. അങ്ങനെ ഇരുവരും ആ ബൈക്കിൽ കടന്നു കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. യുവാവിൻ്റെ ഫോണിലെ 950ഓളം രൂപ അപർണയുടെ ഫോണിലേക്ക് അപർണ ട്രാൻസ്ഫർ ചെയ്യുന്നു. കൂടാതെ ഈ ബൈക്കിൽ ഇവർ പലയിടങ്ങളിലും യാത്ര ചെയ്യുന്നു. കോയമ്പത്തൂർ, മൈസൂർ എന്നിവിടങ്ങളിൽ പോയി എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം തിരിച്ചെത്തുന്ന ഘട്ടത്തിൽ ബൈക്ക് കേടാകുന്നു, സ്കൂട്ടർ കേടാകുന്നു. അങ്ങനെ സ്കൂട്ടർ വഴിയിൽ ഉപേക്ഷിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ യുവാവിൻ്റെ പരാതിയിലാണ് അപർണയും കൂട്ടുപ്രതിയായിട്ടുള്ള സോജനയും ഇപ്പോൾ കളമശ്ശേരി പോലീസ് പിടികൂടിയിട്ടുള്ളത്. 2 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. എന്തായാലും ഇത്തരത്തിലൊരു തട്ടിപ്പാണ് ഇവർ നടത്തിയത്. പണവും അതോടൊപ്പം തന്നെ ഫോണും കൂടാതെ സ്കൂട്ടറും ആണ് അപഹരിച്ചത്. ശരി, സൗഹൃദം നടിച്ചാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നത്. രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.